സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ എടക്കര കാലിച്ചന്ത അല്ലേ? എടക്കരയുള്ളത് സ്ഥലം എടക്കര കാലിച്ചന്തയാണ്. അപ്പോൾ നമുക്ക് ഏട്ടനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഈ ചന്തനെ പറ്റിയിട്ട്. പേരെന്താ? എൻ്റെ പേര് ഷമീം. കണ്ണൻ എന്ന് വിളിക്കും. കണ്ണൻ. ഓക്കെ. ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ തന്നെ വീട് ഇതിന്റെ തൊട്ടടുത്താ. ഇത് എത്ര കാലം ഇവിടെ ചന്ത തുടങ്ങിയിട്ട്? ഇത് വർഷങ്ങളോളായി, ഒരു 60-70 വർഷമായി. പക്ഷേ ഈ കാളനൊക്കെ ഇവിടെ കൊണ്ടിരുന്നത്? കാള ആന്ധ്ര, മഹാരാഷ്ട്ര അല്ലേ? കൊമ്പ് നല്ല വ്യത്യാസമുള്ള കാളകളെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ കൊണ്ടിരുന്നുണ്ടല്ലേ? അതൊക്കെ മഹാരാഷ്ട്ര അല്ലേ? ഇത് ഒറീസ സാധനങ്ങളാണ്. ഒറീസ അല്ലേ? അത് ശരി. ഇത് ഒറീസ. പിന്നെ ആന്ധ്രയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഒറീസയിൽ നിന്ന് ആന്ധ്രയിലേക്ക് കയറ്റും. ചേട്ടാ അവിടെ സാധനം കൊണ്ടുവരുന്നുണ്ടോ? നമ്മൾ കൊണ്ടുവരലുണ്ട്, ആന്ധ്രയിൽ പോയി കൊണ്ടുവരലുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഏതൊക്കെ ദിവസങ്ങളിലാണ് കൂടുതൽ കാളകൾ? ഇവിടെ ശനിയാഴ്ചയാണ് ശരിക്കും ചന്ത. ശനിയാഴ്ചയാണ് വ്യാപാരം നടക്കുന്നത്. പിന്നെ ബുധനാഴ്ച മഞ്ചേരിയിലാണ് ചന്ത. അതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. അതാണ് ലോഡ് വരുന്നത്. ഇവിടെ കച്ചവടം ചെയ്യാനുള്ള ആളുകൾ ഇങ്ങോട്ട് ഇറക്കും. അത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച ആയിട്ട് ലോഡ് ഇറങ്ങും. ശനിയാഴ്ച വ്യാപാരം നടക്കും. ഇതൊക്കെ എന്തിനാ ശരിക്കും പോകുന്നത്? ഇത് ഇറച്ചിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ പാടം പൂട്ടാനുള്ള ആ വകുപ്പിൽ പോകുന്നുണ്ട്. പിന്നെ കാളവണ്ടി വലിക്കാനുള്ള അങ്ങനത്തെ കൃഷി വിഷയങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ട്. കാളനൊക്കെ തൊടാൻ പറ്റും? പിന്നെന്താ, തൊട്ട് കാണിച്ചു. ഇത് മൂരിയാണ്. ഇത് കാളയാണ്. ഇത് കാളകളാ. അടിപൊളി. ഇത് തൊടാൻ പറ്റുമോ? ധൈര്യമായിട്ട് തൊട്ടോളി. അങ്ങനത്തെ കുഴപ്പക്കാരൊന്നുമല്ല. ചേട്ടാ ക്യാമറ പിടിക്കോ? പിന്നെന്താ. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കാളനൊക്കെ തൊടുന്നു കേട്ടോ ജീവിതത്തിൽ. കുത്തുവോ? ഇല്ലല്ല. ഇത് കൊമ്പ് തൊടാൻ പറ്റുമോ? കൊമ്പൊക്കെ തൊടാം. അടിപൊളി അല്ലേ? സുഹൃത്തുക്കൾ, ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു കാളനൊക്കെ തൊടുന്നത്. ഈ ചേട്ടൻ തന്ന ധൈര്യത്തിലാണ് തൊടുന്നത്. ഇതൊട്ട് കുത്തുകുത്തിയാൽ എൻ്റെ കാര്യം ഉണ്ടാവില്ല. ചേട്ടാ എത്ര ധൈര്യത്തിലാണ് തൊടുന്ന അറിയാം? ഇതൊക്കെ ചേട്ടൻ്റെ? അതല്ല, ഇത് നമ്മൾ ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആൾക്കാരല്ലേ? ചേട്ടാ ഒന്ന് പിടിക്കാം, ഞാൻ തൊട്ടോട്ടെ. ഓക്കെ. പിടിച്ചോളൂ. ആദ്യമായിട്ടാ സുഹൃത്തുക്കൾ എങ്ങനെ തൊടുന്നത് ജീവിതത്തിൽ. ഇത് എവിടെയാണ്? ഇത് ആന്ധ്രയാണ്. ആന്ധ്രക്കാരനല്ലേ? അതെ അതെ. ഇത് പേരെന്താ? ഇത് കാള എന്നാണ് പറയാ. കാള എന്ന് പറയില്ല. ഇനി വിഭാഗത്തിന്റെ പേരൊന്നും ഇല്ലല്ലേ? അല്ല. ശരി. ഏതായാലും ഇനി അത് മൂരികളാണ്. കർണാടക. ശനിയാഴ്ചയാണ് ചന്ത. ഇവർക്കൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരൊക്കെ വളരെ നല്ല സുന്ദരന്മാരാണ്. എന്റെ വീട് അതിന്റെ ബാക്കിൽ. ഇവിടെ കാണാൻ നല്ല രണ്ട് ആൾക്കാരുണ്ട്. കൂത്ത് എത്തുന്നുണ്ട്. ചേട്ടാ ഇതിനൊക്കെ എത്ര റേറ്റ് വരും? ഇതിന് എത്ര ചാർജ് വരുന്നത്? 46,000 47,000. പോത്തിന് 46,000. വലിയ കാളക്കൊക്കെയോ? കാളക്ക് 70-75 അങ്ങനെയൊക്കെ. 75,000 വരും അല്ലേ? ഓക്കെ. അന്തരം പല ഭാഗത്തുനിന്ന് വരുന്നല്ലേ? ചേട്ടൻ്റെ പേരെന്താ? സുഹൃത്തുക്കളത് അവിടെ കുറേ കാളകളുണ്ട് പല തരത്തിലാ. ഇത് കണ്ടോ? ഇതൊക്കെ കുത്തുന്ന പറഞ്ഞത്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ എടക്കര ചന്തയിൽ വരുന്നത്, ഇങ്ങനത്തെ കാലിച്ചന്തയിൽ വരുന്നത്. ഇയാളെ കൊമ്പ് കണ്ടോ? അതിഗംഭീരം. ഇതിൻ്റെ കൊമ്പ് കണ്ടോ സുഹൃത്തുക്കളെ? ഒരു കുത്തിയാളുണ്ടല്ലോ. ഇതാ നമ്മളെ കുന്തം കൊണ്ട് കുത്തിയുമ്പോൾ ഉണ്ടാവും. ഇതാ ഇവിടെ 3 കാളകളുണ്ട്. കുറെ കാളകനെ നോക്കിക്കുന്നത്. ഇവർക്ക് ധൈര്യമില്ല. ഞാൻ അതിലൊക്കെ പോയിട്ട് കംപ്ലീറ്റ് തൊട്ട് എല്ലാം ഒഴിഞ്ഞ് പിന്നെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. കണ്ടോ? ഇവർക്ക് ധൈര്യമില്ല. ഇവരിതങ്ങനെ ഇവിടെ നിൽക്കുക.